ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി നാളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇന്ത്യൻ തുറമുഖ മേഖലയിലെ മുന്നേറ്റത്തിൽ കേരളത്തിന് സുപ്രധാന സ്ഥാനമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ട് ഈ വർഷം എല്ലാ ജില്ലകളിലും നിലവിൽ വരുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ സിറ്റികൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി രാജീവ്. അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ന്യൂസിലൻഡിനെതിരെ 136 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ദേശീയ ശൃംഖലയിലും വൈകുന്നേരം 7 മണി മുതൽ പ്രസംഗം ലഭ്യമാകും. ജനുവരി 26-ന് കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് രാവിലെ 9-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തും. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ അതിവേഗം മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ ഇന്ത്യ ശക്തിപ്പെടുന്നതായും വിവിധ മേഖലകളിൽ രാജ്യം ആഗോള ശക്തിയായി വളരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 18ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 61,000-ലധികം പേർക്കുള്ള നിയമന കത്തുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരം പള്ളിപ്പുറം സിആർപിഎഫ് ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിച്ച തൊഴിൽമേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ വകുപ്പുകളിൽ നിയമനം ലഭിച്ച 272 ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സഹമന്ത്രി നിയമന ഉത്തരവ് കൈമാറി. ലോക സമുദ്ര വ്യാപാര ചരിത്രത്തിൽ വിഴിഞ്ഞം തുറമുഖം വിസ്മയമായി മാറിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഓരോ ഘട്ടത്തിലും വന്ന തടസ്സങ്ങൾക്ക് മുന്നിൽ സ്തംഭിച്ചു നിൽക്കാതെ മുന്നോട്ടു പോകാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നട്ടെല്ലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഭീമൻ കപ്പലുകൾ ഇവിടത്തേക്ക് വരികയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കാനാകും. വലിയ തോതിലുള്ള പ്രാദേശിക വികസനവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഇവിടെ മാത്രമല്ല, കേരളത്തിനാകെ ഇതിൻ്റേതായ ഗുണം ലഭിക്കാൻ പോവുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ.എൻ. ബാലഗോപാൽ, വി. ശിവൻകുട്ടി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മേയർ വി. രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഇന്ത്യൻ തുറമുഖ മേഖലയിലെ മുന്നേറ്റത്തിന് കേരളത്തിന് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിന്റെ ഈ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിൽ വിഴിഞ്ഞം വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞ സമയത്തിൽ തന്നെ വിഴിഞ്ഞം അസാധാരണമായ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Kerala occupies a very special place in this national maritime transformation. Its strategic location on major east-west shipping routes, its scale, human resources, and its strong institutional capacity makes it a national maritime and logistic hub on the western coast. Vizhinjam International Seaport is a shining symbol of this vision. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 130-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ട് ഈ വർഷം എല്ലാ ജില്ലകളിലും നിലവിൽ വരുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. ഉപഭോക്താക്കൾക്ക് ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുന്നതിനൊപ്പം പ്രമുഖ കോർപ്പറേറ്റ് റീട്ടെയിൽ വ്യാപാര സേവനങ്ങൾ സർക്കാർ വിപണിയിലൂടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. നിത്യോപയോഗ സാധനങ്ങളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മാർട്ടിൽ ലഭ്യമാകും. ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന 16ാമത് ദേശീയ സമ്മതിദാന ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. എന്റെ ഇന്ത്യ എന്റെ വോട്ട് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചടങ്ങിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത യുവ വോട്ടർമാർക്ക് രാഷ്ട്രപതി ഇലക്ടറൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡുകൾ കൈമാറും.
ദേശീയ സമ്മതിദാന ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേര യുവഭാരതും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദയാത്രയും സൺഡേസ് ഓൺ സൈക്കിൾ റാലിയും തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പാർക്കിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. തൈക്കാട് പോലീസ് ഗ്രൌണ്ടിൽ റാലി സമാപിക്കും. ദേശീയ തലത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തും പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. വിവിധ ജില്ലകളിൽ പുതുതായി നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ കെട്ടിട സമുച്ചയങ്ങളുടെ നിർമ്മാണോദ്ഘാടനത്തിന്റെ ഭാഗമായി തലശ്ശേരി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിൽ സജ്ജമാക്കിയ അത്യാധുനിക നോളജ് റിപ്പോസിറ്ററി സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിജ്ഞാന കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പോലീസുകാരുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും പ്രൊഫഷണൽ വികസനത്തിനും ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിയമപുസ്തകങ്ങൾ, മാനുവലുകൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, പ്രധാന കേസുകളുടെ പഠനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിപുലമായ വിവരശേഖരണമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. പ്രത്യേക ലൈബ്രറി വിഭാഗവും റിസർച്ച് ആൻഡ് റഫറൻസ് വിഭാഗവും കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ സിറ്റികൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി രാജീവ്. ദാവോസിൽ സമാപിച്ച ലോക സാമ്പത്തിക ഫോറത്തിൽ GCC സിറ്റികൾ സ്ഥാപിക്കുന്നതിനുള്ള നിക്ഷേപ താൽപര്യപത്രം കേരളം ഒപ്പിട്ടതായും കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ PM വിശ്വകർമ്മ പദ്ധതി ഗുണഭോക്താക്കളുടെ ഉൽപ്പന്ന പ്രദർശന വിപണന മേള നാളെ സമാപിക്കും. ഇന്നലെ ആരംഭിച്ച മേള സന്ദർശിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഭാരത സർക്കാരിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക മന്ത്രാലയമാണ് പ്രദർശന വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50ഓളം PM വിശ്വകർമ്മ പദ്ധതി ഗുണഭോക്താക്കൾ തങ്ങളുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ പ്രദർശന വിപണനമേളയിൽ എത്തിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പാലക്കാട് ജില്ലയിൽ ഗുണഭോക്താക്കളുടെ പ്രദർശന വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ന്യൂസിലാൻഡിനെതിരെ 136 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലാൻഡിനെ ബാറ്റിംഗിന് അയച്ചു. മഴ മൂലം 37 ഓവറായി നിജപ്പെടുത്തിയ മത്സരത്തിൽ 36.2 ഓവറിൽ ന്യൂസിലാൻഡ് ഓൾ ഔട്ടാവുകയായിരുന്നു. RS അംബരീഷ് ഇന്ത്യയ്ക്കായി 4 വിക്കറ്റും ഹെനിൽ പട്ടേൽ 3 വിക്കറ്റും നേടി. ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 വൈജ്ഞാനിക പുരസ്കാരങ്ങൾ ഈ മാസം 27 മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. വൈകിട്ട് 4:30 തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 20 കോടി രൂപയുടെ ഒന്നാം സമ്മാനം XC138455 എന്ന നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കോട്ടയം ജില്ലയിലാണ് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റത്. ഈ വർഷം 54 ലക്ഷത്തിലേറെ ടിക്കറ്റുകളുടെ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പാലക്കാട് ജില്ലയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി നാളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇന്ത്യൻ തുറമുഖ മേഖലയിലെ മുന്നേറ്റത്തിൽ കേരളത്തിന് സുപ്രധാന സ്ഥാനമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ട് ഈ വർഷം എല്ലാ ജില്ലകളിലും നിലവിൽ വരുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ സിറ്റികൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി രാജീവ്. അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ന്യൂസിലാൻഡിനെതിരെ 136 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.